students. Today we are going to discuss about the new chapter from the statistics, measures of dispersion. നമ്മൾ ഇതിനു മുൻപുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ചാപ്റ്ററിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പഠിച്ചിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസികൾ എന്ന് പറയുന്നത് മീൻ, മീഡിയൻ, മോഡ് എന്നിവയാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഈ അരിത്മെറ്റിക് മീനിൻ്റെ ഒരു പ്രത്യേകത, അതിൽ എക്സ്ട്രീം വാല്യൂസ് തന്നു കഴിഞ്ഞാൽ, വളരെ ഉയർന്ന വില തന്നു കഴിഞ്ഞാലും ദെൻ വളരെ കുറഞ്ഞ വാല്യൂസ് തന്നു കഴിഞ്ഞാലും അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്ട്രീം വാല്യൂസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ടുള്ള ആവറേജസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്നു. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഒരു ലിമിറ്റേഷൻസ് ആണ് ഏതെന്ന് പറയുന്നത്, എക്സ്ട്രീം വാല്യൂവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അരിത്മെറ്റിക് മീനിലുണ്ടാകുന്നു, അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയുടെയോ ഒരു ക്ലാസ്സിൻ്റെ വിദ്യാർത്ഥികളുടെയോ ആവറേജസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരുടെയും ആവറേജസ് കറക്റ്റ് ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഈ ആവറേജസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബെറ്റർ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ വേരിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആരാണ് മികച്ചത് അല്ലെങ്കിൽ ആരാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്, സപ്പോസ് ഒരു എക്സാമ്പിൾ തരാം. 2 ക്രിക്കറ്റ് കളിക്കാരുടെ സ്കോറുകൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കറും രണ്ടാമത് വിരാട് കോഹ്ലി. 2 മാച്ചസാണ് കളിച്ചിട്ടുള്ളത്. സപ്പോസ് ഫസ്റ്റ് മാച്ചിൽ സച്ചിൻ ടെണ്ടുൽക്കർ 55 റണ്ണും വിരാട് കോഹ്ലി ഒരു 10 റണ്ണുമാണ് സ്കോർ ചെയ്തത്. രണ്ടാമത്തെ കളിയിൽ സച്ചിൻ 45ഉം അതേപോലെ തന്നെ വിരാട് കോഹ്ലി 90യും സ്കോർ ചെയ്തു. ഇനി നമ്മൾ ഈ 2 പേരുടെയും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 0 അല്ലേ, 100 ആണ് ഇതിൻ്റെ ടോട്ടൽ വരുന്നത്. ഇതിൻ്റെയും ടോട്ടൽ 100 ആണ് വരുന്നത്. അപ്പോൾ ഈ 2 കളികൾ നോക്കിയിട്ട് ഇവരുടെ ആവറേജസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക? സം ഓഫ് ദ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 2 ആണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 50 ആണ്. അതേപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ആവറേജ് കണ്ടപ്പോൾ 2 പേർക്കും 50 ആണ്. ഈ 2 പേരുടെയും ആവറേജസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആരാണ് മികച്ച ബാറ്റ്സ്മാൻ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു. കാരണം 2 പേരുടെയും ആവറേജസ് എന്താണ്, സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ ആരാണ് ഏറ്റവും മികച്ചത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എന്തുപയോഗിക്കുന്നു? മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നു. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ നമുക്ക് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ മിഡിൽ മോസ്റ്റ് ഐറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും സെൻട്രൽ പൊസിഷനിലായിട്ട് വരുന്ന ഐറ്റമാണ് നമുക്ക് ആവറേജസ് ആയിട്ട് കിട്ടാറ്. അപ്പോൾ ആ ആവറേജസ് ആയിട്ട് കിട്ടുമ്പോൾ അതിൽ ലോവസ്റ്റ് നമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ മിനിമം നമ്പർ മാക്സിമം നമ്പറൊക്കെ അതിലുണ്ടാവും. ഈ നമ്പേഴ്സ് ഇതിൽ നിന്ന് ഈ ആവറേജസ് ആയിട്ട് കിട്ടിയ നമ്പറിൽ ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ നിന്ന് എത്രത്തോളം വേരിയബിലിറ്റി ഉണ്ട്, എത്രത്തോളം വ്യതിയാനങ്ങളുണ്ട്, എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുള്ള തിയറിയിലേക്ക് നമുക്ക് പോവാം. സ്റ്റാറ്റിസ്റ്റിക്സിൽ in dispersion, also called the variability or scatter or spread, it is a extent to which the distribution is stretched or skewed. അല്ലേ, കോമൺ എക്സാമ്പിൾ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? മെഷേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്പേർഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, അതേപോലെ തന്നെ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്, ദാറ്റ് ഈസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, ദെൻ റേഞ്ച്, ദെൻ മീൻ ഡീവിയേഷൻ, ലോറൻസ് കർവ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വാല്യൂസ്, നമുക്ക് വാല്യൂസിൽ നിന്ന് എത്രത്തോളം ഒബ്സർവേഷൻസ്, എത്രത്തോളം എന്തുണ്ട്, ഡീവിയേഷൻസ് ഉണ്ട്,
വേരിയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ പോലെ തന്നെ വേരിയബിലിറ്റി ഉണ്ട്, എത്രത്തോളം അത് സ്കാറ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്തിനാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്? ഇവിടെ സെർവ് ആസ് ദ ബേസിസ് ഫോർ ദ കൺട്രോൾ ഓഫ് ദ വേരിയബിലിറ്റി അല്ലേ, നമ്മൾ സെർവ് ആസ് ദ ബേസിസ് ഫോർ ദി കൺട്രോൾ ഓഫ് ദ വേരിയബിലിറ്റി ടു കമ്പയർ ദ വേരിയബിലിറ്റി ഓഫ് 2 or more സീരീസ്. 2 or അതിലധികമോ നമ്പേഴ്സ് സീരീസ് തരികയാണെങ്കിൽ അവയുടെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും. ദെൻ ഡിറ്റർമൈൻ ദ റിലയബിലിറ്റി ഓഫ് ദ ആൻ ആവറേജ്, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആവറേജിൻ്റെ റിലയബിലിറ്റി, വിശ്വാസ്യത മനസ്സിലാക്കുന്നതിന് നമ്മൾ വേരിയബിലിറ്റി ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫെസിലിറ്റേറ്റ് ദ യൂസ് ഓഫ് അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്, മറ്റ് അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് അല്ലെങ്കിൽ യൂസേജ് നടത്തുക, പ്രത്യേകിച്ച് കോറിലേഷൻ, താരതമ്യ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കോറിലേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തായി ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഒരു നല്ല ഡിസ്പേർഷൻ്റെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ പ്രത്യേകതകളാണ്. ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്, it should be easy to understand and easy to calculate, it must be based on all the observations of the data. Further explanation വേണ്ട എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഇത് വായിച്ചാൽ തന്നെ അതിൻ്റെ മീനിങ് മനസ്സിലാവാം. Then must be easily subjected to the further mathematical operations. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോറിലേഷൻസ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അൺഡ്യൂലി അഫക്റ്റഡ് ദ എക്സ്ട്രീം വാല്യൂ. ഇപ്പോൾ ഇതിൽ എക്സ്ട്രീം വാല്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെന്താ ചെയ്യുന്നുണ്ട്, അതിന് ആ എക്സ്ട്രീം വാല്യൂസിൻ്റെ ആ ഒരു ഇഫക്റ്റ് ഉണ്ടാവില്ല, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ഉണ്ടാവണമെന്നില്ല. ദെൻ മസ്റ്റ് ബി ലീസ്റ്റ് അഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്ക് എന്താണ്, അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആൾജിബ്രൈക് മെഷറുണ്ട്, അതേപോലെ തന്നെ ദെൻ ഗ്രാഫിക്കൽ മെഷറുണ്ട്. ദെൻ ആൾജിബ്രൈക് മെഷറിൽ, ആൾജിബ്രൈക് എന്ന് പറയുന്നത് ഫോർമുലാസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാൽക്കുലേഷൻ ആണ് ആൾജിബ്രൈക് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ആ ആൾജിബ്രൈക് മെഷർ ഓഫ് ഡിസ്പേർഷനിൽ ആബ്സല്യൂട്ട് മെഷർ എന്നുള്ള രീതിയിലും ദെൻ റിലേറ്റീവ് മെഷർ എന്നുള്ള രീതിയിലും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ആബ്സല്യൂട്ട് മെഷർ തന്നെ ഏകദേശം 4 രീതിയിൽ നമുക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ ഡീവിയേഷൻ. ദെൻ റിലേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിലിറ്റി എത്രത്തോളം വ്യത്യസ്തത എത്രത്തോളം ഉണ്ട്, ഇവരിൽ ആരാണ് ബെസ്റ്റ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സച്ചിനാണോ വിരാട് കോഹ്ലി ആണോ ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്നുള്ളതിൻ്റെ നമുക്ക് അതിന് ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ വേരിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്താ പറയുക, റിലേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. താരതമ്യ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ റിലേറ്റീവ് മെഷേഴ്സ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, ആൾജിബ്രൈക് മെഷർ ആൻഡ് ഗ്രാഫിക്കൽ മെഷർ. ഗ്രാഫിക്കൽ മെഷേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നുണ്ട്, ലോറൻസ് കർവ് എന്നാണ് അതിന് പറയുക. ലോറൻസ് കർവ് എന്ന് പറയും. നമുക്കതിനെ ഫൈനലി ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. Then algebraic measures are classified into 2, then absolute measure and relative measure. Absolute measures are also range, quartile deviation, standard deviation and mean deviation. And relative measure or find out the variability of the observation. We are using the coefficient of range, coefficient of variation, coefficient of quartile deviation, coefficient of mean deviation. അല്ലേ, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിനെ ഡിസ്കസ് ചെയ്യേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ ഏതെല്ലാം രീതിയിൽ നമ്മളോട് പറഞ്ഞതുപോലുള്ള ആ ഫ്ലോ ചാർട്ടിൻ്റെ ഡീറ്റെയിലേക്കാണ് പോകുന്നത്. ഒന്ന് ആൾജിബ്രൈക് മെഷറുണ്ട്, ഗ്രാഫിക്കൽ മെഷറുണ്ട്. ആൾജിബ്രൈക് മെഷർ ഏതൊക്കെയാണ്? ആബ്സല്യൂട്ട് മെഷറുണ്ട്, ദെൻ റിലേറ്റീവ് മെഷറുണ്ട്. ആൾജിബ്രൈക് എന്ന് ഉദ്ദേശിച്ചത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ആൾജിബ്രൈക് മെഷർ എന്ന് പറയുന്നത്. ആൾജിബ്രൈക് മെഷേഴ്സിൽ 2 രീതിയിലുണ്ട്, അബ്സല്യൂട്ട് മെഷർ ആൻഡ് റിലേറ്റീവ് മെഷർ. നേരത്തെ നമ്മൾ പറഞ്ഞു അബ്സല്യൂട്ട് മെഷർ ആണ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ റിലേറ്റീവ് മെഷർ ആണ് അതിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ അത് വരുന്നു. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നമുക്ക്
വേരിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻകം ഇൻഇക്വാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സൊസൈറ്റിയിലുള്ള ഇൻഇക്വാലിറ്റി ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷേഴ്സ്. നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻകം ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഇൻകം, ഒരാളുടെ വീട്ടിൽ ധാരാളം ഇൻകം ഉണ്ടായിരിക്കും, അടുത്ത ആളുടെ വീട്ടിൽ ഇൻകം ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ തമ്മിൽ എത്രത്തോളം അന്തരമുണ്ട്, വേരിയബിലിറ്റി എത്രത്തോളം ആ ഏരിയയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം. ആ ഗ്രാഫിക്കൽ മെത്തേഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണുള്ളതാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ദെൻ നമുക്കിതിൻ്റെ ആൽജിബ്രൈക് മെഷേഴ്സിലേക്ക് ഒന്ന് നോക്കാം. ആൽജിബ്രൈക് മെഷേഴ്സ് എന്താണ്? മാത്തമാറ്റിക്കൽ വേ ടു കാൽക്കുലേറ്റ് ദ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ അതിൽ മാത്തമാറ്റിക്കൽ വേ എന്ന് പറയുന്നത് റേഞ്ച് ഉണ്ട്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ട്, മീൻ ഡീവിയേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് മാത്തമാറ്റിക്കൽ വേ ഓഫ് അല്ലെങ്കിൽ ആൽജിബ്രൈക് വേ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ആൽജിബ്രൈക് വേന്റെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്തമാറ്റിക്കൽ വേ ആണ്, ആൽജിബ്രൈക് വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, ന്യൂമറിക്കൽ ഫിഗേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫോർമുലാസും ഇക്വേഷൻസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആൽജിബ്രൈക് മെഷേഴ്സ്. ഇത് പറയേണ്ട ആവശ്യമില്ല, ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. ഫർദർ ഒരു കൂടുതൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ CS CMA ഒക്കെ പരീക്ഷ എഴുതുമ്പോൾ എന്താണ് മാത്തമാറ്റിക്കൽ വേ എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദെൻ അടുത്തതാണ് ഗ്രാഫിക്കൽ മെഷർ. ഗ്രാഫിക്കൽ മെഷർ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫിഗേഴ്സും അതേപോലെ തന്നെ ഗ്രാഫുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് ഗ്രാഫിക്കൽ മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ്സിലെ ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള വേരിയബിലിറ്റി, അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഇൻകം ഇൻഇക്വാലിറ്റി, ദെൻ സോഷ്യൽ ഇൻഇക്വാലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രാഫിക്കൽ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ആ മെത്തേഡ് ഉപയോഗിക്കുന്നത് ലോറൻസ് കർവാണ്. അതേപോലെ തന്നെ ഗിനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡും കൂടി ഉണ്ട്, നിങ്ങളുടെ ബുക്കിലൊന്നും പറഞ്ഞിട്ടില്ല. ലോറൻസ് കർവും അതേപോലെ തന്നെ ഗിനി കോഎഫിഷ്യൻ്റ്. അപ്പോൾ അതിൽ ലോറൻസ് കർവാണ് നിങ്ങളുടെ ബുക്കിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽജിബ്രൈക് മെഷർ ഓഫ് ഡിസ്പേർഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ആൽജിബ്രൈക് മെഷർ ഓഫ് ഡിസ്പേർഷൻ രണ്ട് രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? അബ്സല്യൂട്ട് മെഷറും അതേപോലെ തന്നെ റിലേറ്റീവ് മെഷറും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്താണ്? അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ gives an idea about the amount of dispersion spread or a set of observation. അപ്പോൾ ഇതിൽ പറയുന്നത്, നമുക്ക് ഒരു ഒബ്സർവേഷൻസ് തന്നു കഴിഞ്ഞാൽ ആ ഒബ്സർവേഷൻസിൽ നമുക്ക് ഒരു വാല്യൂസ് നമ്മൾ കിട്ടുന്നു, അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ മീൻ മീഡിയൻ മോഡ് ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മീൻ മീഡിയൻ മോഡ് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിൽ നിന്ന് എത്രത്തോളം വേരിയബിലിറ്റി ഉണ്ട്, എത്രത്തോളം അകന്നു നിൽക്കുന്നു, എത്രത്തോളം അതിൻ്റെ എന്താണ് ഡീവിയേഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ അബ്സല്യൂട്ട് മെഷർ ഓഫ് measures of dispersion ഉപയോഗിക്കുന്നത്. These quantities measures the dispersion in the same unit as the unit of the original data. Absolute measure cannot be used to compare the variations of two or more set of series or data. നമ്മൾ 2 or more set of data ഒക്കെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പാരിസണിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല? അബ്സല്യൂട്ട് മെഷർ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കമ്പാരിസണിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാ? റിലേറ്റീവ് മെഷറാണ്. നെക്സ്റ്റ് വൺ, റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. These measures are sort of ratio and are called coefficient. ഇവ എന്തെന്നാണ് വിളിക്കുന്നത്? കോഎഫിഷ്യൻസ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. ഈച്ച് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ഇറ്റ്സ് റിലേറ്റീവ് മെഷർ. അപ്പോൾ നമുക്കൊരു അബ്സല്യൂട്ട് മെഷർ കിട്ടിക്കഴിഞ്ഞാൽ, സപ്പോസ് റേഞ്ചിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ വാല്യൂ, മീൻ ഡീവിയേഷൻ്റെ വാല്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒക്കെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം? അതിൻ്റെ റിലേറ്റീവ് മെഷേഴ്സിലേക്ക് മാറ്റാം. ആ റിലേറ്റീവ് മെഷേഴ്സിലേക്ക് മാറ്റുന്നതിന് അതിനെ വിളിക്കുന്ന പേര് കോഎഫിഷ്യൻസ് എന്ന് വിളിക്കുന്നു. കോഎഫിഷ്യൻസ് ഓഫ് ഡിസ്പേർഷൻ അല്ലേ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡീവിയേഷൻസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കുന്ന. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കമ്പയർ 2 or more സെറ്റ്സ് ഡാറ്റ. നമുക്ക് അതിലധികം ഡാറ്റാസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ആ അവയെ കമ്പയർ ചെയ്യാൻ, ഇപ്പം നേരത്തെ പറയുന്നു സച്ചിൻ്റെയും അതേപോലെ തന്നെ വിരാട് കോഹ്ലിയുടെയും സ്കോറുകൾ, 4 കളിയിലുള്ള സ്കോറുകൾ തന്നു കഴിഞ്ഞാൽ ആ സ്കോറിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കാം. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അബ്സല്യൂട്ട് മെഷറും റിലേറ്റീവ് മെഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അബ്സല്യൂട്ട് മെഷർ ഇറ്റ് ഹാസ് എ വേരിയബിൾ യൂണിറ്റ്, റിലേറ്റീവ് മെഷേഴ്സ് ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ഒറിജിനൽ ഡാറ്റ. അബ്സല്യൂട്ട് മെഷർ ഒറിജിനൽ ഡാറ്റയിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. ദീസ് മെഷേഴ്സ് ആർ
ആർ കാൽക്കുലേറ്റഡ് ആബ്സല്യൂട്ട് മെഷേഴ്സ്. ആബ്സല്യൂട്ട് മെഷർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, റിലേറ്റീവ് മെഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, നോ യൂസ് ഓഫ് റേഷ്യോ. ഇവിടെ എന്താ യൂസ് ഓഫ് റേഷ്യോസ് ഉപയോഗിക്കുന്നുണ്ട്. ദീസ് മെഷർ കനോട്ട് ബി യൂസ്ഡ് ടു കമ്പയർ ദ വേരിയേഷൻസ് ടു ഓർ മോർ സീരീസ്. രണ്ടോ അതിലധികം സീരീസിന് വേണ്ടി നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. എന്നാൽ റിലേറ്റീവ് മെഷർ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ വേരിയബിൾസ് ആൻഡ് വിത്ത് ദ അബ്സല്യൂട്ട് മെഷേഴ്സ്. അബ്സല്യൂട്ട് മെഷേഴ്സിൽ അല്ലേ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ വേരിയബിൾസ് വിത്ത് ദ അബ്സല്യൂട്ട് മെഷർ. അബ്സല്യൂട്ട് മെഷേഴ്സിൽ വേരിയബിൾസ് തമ്മിലുള്ള ചേഞ്ചസ് ഇല്ല. ഇവിടെ ദീസ് ചേഞ്ചസ് ഇൻ ദ വേരിയബിൾ വിത്ത് റിലേറ്റീവ് മെഷർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിലേറ്റീവ് മെഷേഴ്സിൽ ഈ വേരിയബിൾസ് തമ്മിലുള്ള വേരിയേഷൻസ് എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നു. ഇനി അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ഏതൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ള രീതിയിൽ നോക്കാം. അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ഫസ്റ്റ് വൺ വരുന്നത് റേഞ്ച് വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ ക്വാർട്ടൈൽ ഡീവിയേഷൻ, തേർഡ് മീൻ ഡീവിയേഷൻ, ദ ഫോർത്ത് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ മെഷേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 5 എണ്ണമാണ് പഠിക്കേണ്ടതുള്ളത് ഈ ചാപ്റ്ററിൽ. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ഫൈനലി ദ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, ദാറ്റ് ഈസ് ലോറൻസ് കർവ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് റേഞ്ചാണ്. റേഞ്ച് നമ്മൾ സാധാരണ പല മീനിങ്, നമുക്ക് ഇപ്പോൾ പലർക്കും റേഞ്ച് എന്ന് പറയുന്നത് എന്താ, ഫോണിലെ റേഞ്ച് എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ റേഞ്ച് എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥമാണുള്ളത്. റേഞ്ച് എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം ഒബ്സർവേഷൻ ഇൻ ദ ഡാറ്റ സെറ്റ്. ഇപ്പോൾ തന്നിരിക്കുന്ന കുറച്ച് സംഖ്യകൾ തരുന്നു. ആ തന്നിരിക്കുന്ന സംഖ്യകളിലെ മാക്സിമം നമ്പറും മിനിമം നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇറ്റ് ഈസ് നോൺ ആസ് ദ റേഞ്ച് എന്നുള്ള രീതിയിൽ പറയുന്നു. ഇനി റേഞ്ച് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നോക്കാം. ഇൻഡിവിജ്വൽ സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് തന്ന പോലെ അതിന് യാതൊരുവിധ ചേഞ്ച് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ ഐഡൻറ്റിഫൈ വിച്ച് നമ്പർ ഈസ് ദ ഹയസ്റ്റ് വൺ ആൻഡ് ദ ലോവസ്റ്റ് വൺ. നമ്മൾ ഹയസ്റ്റ് നമ്പറും ലോവസ്റ്റ് നമ്പറും തമ്മിൽ കാണുക. ഹയസ്റ്റ് നമ്പർ ഇതിൽ ഏതാ 20 എന്നുള്ളതും ലോവസ്റ്റ് നമ്പർ ഏതാ 5 എന്നുള്ളതും. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ്. That is the range is equal to the equation for finding the range is equal to highest value minus lowest value. Highest value lowest value തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മറ്റൊരു രീതിയിൽ ചോദിക്കാം, വാട്ട് ഈസ് ദ അബ്സല്യൂട്ട് മെഷർ ഓഫ് റേഞ്ച്. സെയിം ഇക്വേഷൻ തന്നെയാണ്. അബ്സല്യൂട്ട് മെഷർ ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാലും റേഞ്ച് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം അർത്ഥമാണ്. ദാറ്റ് ഈസ് ഹയസ്റ്റ് ഐറ്റം മൈനസ് ലോവസ്റ്റ് ഐറ്റം, ദാറ്റ് ഈസ് 20 മൈനസ് 5 ദാറ്റ് ഈസ് ഇക്വൽ ടു 15 എന്നുള്ള രീതിയിലേക്ക് വരുന്നു. നമ്മളിതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ. ഒന്നുകൂടി പറയാം, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈസ് ഇക്വൽ ടു highest value minus lowest value divided by highest value plus lowest value. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻസ് ഇതാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ നമ്മൾ ഓൾറെഡി റേഞ്ചിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. റേഞ്ച് ഈസ് ഈക്വൽ ടു 15 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് നമ്മൾ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ 20 മൈനസ് 5 ഡിവൈഡ് ബൈ 20 പ്ലസ് 5. അപ്പോൾ ഇവിടെ 15 ഡിവൈഡഡ് ബൈ 25 ഈസ് ഇക്വൽ ടു 0.6 എന്നുള്ള ആൻസർ കിട്ടി. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് റേഞ്ച് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ ഒരു പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ എക്സ് എന്ന് പറയുന്ന ഭാഗവും അതേപോലെ തന്നെ എഫ് ഫ്രീക്വൻസി എന്നുള്ള 2 ഭാഗങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം തരുമ്പോൾ നമുക്ക് ഇതിലെന്ത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഫ്രീക്വൻസിയെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഫ്രീക്വൻസി എന്താണോ ഉള്ളത് ആ ഫ്രീക്വൻസിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് നോക്കിയാൽ മതി, ഇതിൻ്റെ സൈസ് ഓഫ് ദ ഐറ്റം അല്ലെങ്കിൽ എക്സ് വാല്യൂവിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി. ആ എക്സ് വാല്യൂവിനെ ഒബ്സർവ് ചെയ്ത് നോക്കിയിട്ട് അതിലെ ഹയസ്റ്റ് നമ്പർ ഏതാണ് ലോവസ്റ്റ് നമ്പർ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 38ഉം ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 5ഉമാണ്. ഇവിടെ 38ഉം അതേപോലെ തന്നെ 5ഉമാണ് ഇതിൻ്റെ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ.
Then find out the range. Range is equal to highest value minus lowest value, that is equal to 38 minus 5 is equal to 33. അപ്പോൾ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫ്രീക്വൻസി വാല്യൂസ് നോക്കേണ്ട ആവശ്യമില്ല, എക്സ് എന്ന് പറയുന്ന വാല്യൂസ് മാത്രം നോക്കിയാൽ മതി. അതിലെ വാല്യൂസിൽ ഐഡൻറ്റിഫൈ ദ ഹയസ്റ്റ് നമ്പർ ആൻഡ് ദ ലോവസ്റ്റ് നമ്പർ, ദെൻ ഫൈൻഡ് ഔട്ട് ദ range with the help of the equation. So you will get the answer 33. Then also find out, we can also find out the coefficient of range. Coefficient of range, that is equal to the equation for coefficient of range, that is highest value minus lowest value divided by highest value plus lowest value. Equations മറക്കരുത്, കാരണം ഇതേ മോഡൽ തന്നെയാണ് ഏത് വരുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. അപ്പോൾ തെറ്റിപ്പോവരുത്. ദെൻ 38 മൈനസ് 5 ഡിവൈഡ് ബൈ 38 പ്ലസ് 5, ദാറ്റ് ഈസ് ഇക്വൽ ടു 33 ഡിവൈഡ് ബൈ 43, 0.77 എന്നുള്ള ആൻസർ കിട്ടി. ഇനി അടുത്ത ഒരു ടൈപ്പാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് നമ്മൾ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ ഇവിടെ ക്ലാസ് എന്നുള്ള രീതിയിൽ തരുന്നു, ദെൻ അതേപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസിയും തരുന്നു. അപ്പോൾ ക്ലാസ് 0 to 10, then 10 to 20, then 20 to 30 എന്നുള്ളതാണെന്ന് വിചാരിക്കാം. ദെൻ അതിൻ്റെ ഫ്രീക്വൻസീസ് 3, 5, 8. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് രീതിയിൽ ചെയ്യാം. ദ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്ലാസ്സിലെ ഏറ്റവും അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ടുള്ള ലിമിറ്റ് ഏതാണെന്ന് നോക്കുക. തന്നിരിക്കുന്ന ക്ലാസ്സുകളിലെ ഹയസ്റ്റ് ലിമിറ്റ് ഏതാണെന്ന് നോക്കുക. ഇവിടെ എനിക്ക് തന്നിരിക്കുന്ന കണക്കിൽ ഹയസ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. ദെൻ ഐഡൻറ്റിഫൈ ദ ലോവർ ലിമിറ്റ് 0 ആണ്. ദെൻ റേഞ്ച് ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് മെത്തേഡ് തന്നിരിക്കുന്ന ക്ലാസ്സിലെ ഫ്രീക്വൻസി, ഇതിലും നമ്മൾ ഫ്രീക്വൻസി നോക്കേണ്ട ആവശ്യമില്ല, ഏത് ഒബ്സർവ് നോക്കിയാൽ മതി, ഇതിലെ ക്ലാസ്സിനെ നോക്കിയാൽ മതി. റേഞ്ച് കണ്ടിന്യൂസ് സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞു. ദെൻ സെക്കൻഡ് മെത്തേഡ് തന്നിരിക്കുന്ന ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂസ് നോക്കുക. മിഡ് വാല്യൂസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 0 to 5 എന്നുള്ള എൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 5, ദെൻ ഇവിടെ 15, ഇവിടെ 25. ഈ തന്നിരിക്കുന്ന മിഡ് വാല്യൂയിലെ ഹയസ്റ്റ് മിഡ് വാല്യൂ ഏതാണെന്നുള്ളത് എടുക്കുക, ദാറ്റ് ഈസ് ഹയസ്റ്റ് വാല്യൂ എന്നുള്ളത് 25, ദെൻ ലോവസ്റ്റ് വാല്യൂ എന്നുള്ളത് ഏതാണ് 5 എടുക്കുക. ദെൻ therefore range is equal to highest value minus lowest value, that is equal to 25 divided by 5 is equal to 20 എന്നുള്ള ആൻസർ കിട്ടി. ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾ ആൻസർ കണ്ടെത്തി വെക്കണം. പരീക്ഷയ്ക്ക് കണ്ടിന്യൂസ് സീരീസിൽ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് മെത്തേഡിലും ആൻസർ കണ്ടെത്തി വെക്കുക, എന്നാലേ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടുള്ളൂ. ഈ രണ്ട് മെത്തേഡും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആൻസേഴ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് റേഞ്ച് എന്നുള്ള രീതിയിൽ നോക്കാം. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിൽ ഫസ്റ്റ് മെറിറ്റിൻ്റെ സെറ്റിൽ സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ദെൻ ഗിവ് എ ക്വിക്ക് ആൻസർ, നമുക്ക് എളുപ്പത്തിൽ തന്നെ തന്നിരിക്കുന്ന പ്രോബ്ലം നോക്കിയാൽ തന്നെ വി ഗെറ്റ് ദ കറക്റ്റ് ആൻഡ് ക്വിക്ക് ആൻസർ, അല്ലേ, വളരെ എളുപ്പത്തിൽ ഇത് കിട്ടും. ഇനി ഇതിൻ്റെ ഡിമെറിറ്റിൽ പോവുകയാണെങ്കിൽ ഗീവ്സ് എ റഫ് ആൻസർ ആൻഡ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ, അല്ലേ. നമുക്ക് റേഞ്ച് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷനെയും കൺസിഡർ ചെയ്യുന്നുണ്ടോ, ഇല്ല, അല്ലേ. അതാണ് ഒന്നാമത്തെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്, അല്ലേ. ഇറ്റ് ഡസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷനും ഇത് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഫ്രം വൺ സാമ്പിൾ ടു നെക്സ്റ്റ് ഇൻ ദ പോപ്പുലേഷൻ, അതിൽ പറഞ്ഞത് ചേഞ്ചസ് ഫ്രം വൺ സാമ്പിൾ ടു ദി നെക്സ്റ്റ് ഇൻ പോപ്പുലേഷൻ, തന്നിരിക്കുന്ന പോപ്പുലേഷൻ ഡാറ്റയിൽ നിന്ന് നമ്മൾ ഈ സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നതിൽ ചില ചേഞ്ചസ് ഒക്കെ വരാം. ദെൻ കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഇൻ ഓപ്പണൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഓപ്പണൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ലെസ് ദാൻ ഇന്ന ക്ലാസ്, ദെൻ ലാസ്റ്റ് കഴിഞ്ഞിട്ട് എബോ ഇന്ന ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്പണൻറ്റ് ക്ലാസ്സസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പൺ എൻഡ് ക്ലാസ്സസിന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല റേഞ്ച്, കാരണം ലോവസ്റ്റ് വാല്യൂ ഇതിലേതാണ് ഹയസ്റ്റ് വാല്യൂ ഇതിലേതാണ് കണ്ടെത്താൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ we cannot calculate it in open ended distribution. Then affected by sampling fluctuation. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് എടുക്കുമ്പോൾ നമ്മൾ സാമ്പിളിംഗ് എറർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിളിംഗ് വാല്യൂ ഒക്കെ പറഞ്ഞ പോലെ ഇവിടെ അഫക്റ്റഡ് ബൈ ദ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഏതിൽ ബാധിക്കുന്നുണ്ട്, ഇവിടെ റേഞ്ച് എന്ന് പറയുന്നതിൽ ബാധിക്കുന്നുണ്ട്. The second method for finding the measures of dispersion, that is quartile deviation. നമ്മൾ ഓൾറെഡി ക്വാർട്ടൈൽസ് പഠിച്ചിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പാർട്ടീഷൻ വാല്യൂ ഓർ പാർഷ്യൽ വാല്യൂസ് എന്നുള്ള രീതിയിൽ നമ്മൾ മീഡിയൻ, ഡിസൈൽസ്, ക്വാർട്ടൈൽസ്, പേഴ്സൻറ്റൈൽസ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ക്വാർട്ടൈൽസിൽ നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് Q1 ദെൻ Q3 എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വാർട്ടൈൽ, തേർഡ് ക്വാർട്ടൈൽ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻസ് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, ഓരോന്നിലും Q1 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, Q3 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ തന്നിരിക്കുന്ന ഒബ്സർവേഷനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുകയും ഓർ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുകയും n+1/4 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ നമ്മൾ അതിൻ്റെ Q1 ആൻഡ് Q3 ഏതാണ് എന്നുള്ളത് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ Q1 Q3 കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ അസെൻഡിങ് ഓർഡറിലേക്ക് നമ്മൾ മാറ്റുന്നു, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുന്നു. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ മാറ്റുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ദെൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഇക്വേഷൻ എന്താ അപ്ലൈ ചെയ്യുക, നമ്മൾ Q1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ n+1/4 അപ്ലൈ ചെയ്യും. നേരത്തെ ഇൻഡിവിജ്വൽ സീരീസിൽ ഉണ്ടായിരുന്ന n അല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. n എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് സം ഓഫ് ദ ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. നേരത്തെ ഇതിൻ്റെ ഇൻഡിവിജ്വൽ സീരീസിലുള്ളതിൽ n എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് എന്താ, നമ്പർ ഓഫ് ഐറ്റംസ് ആണ്, എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസ് n എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് എന്താ, സം ഓഫ് ദ ഫ്രീക്വൻസിയാണ്. അപ്പോൾ സം ഓഫ് ദ ഫ്രീക്വൻസി തരുന്നു, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ചെയ്യുന്നു. എന്നതിന് ശേഷം n+1/4 അപ്ലൈ ചെയ്യുന്നു. Q1 കാൽക്കുലേറ്റ് ചെയ്യാൻ n+1/4 അപ്ലൈ ചെയ്യുന്നു. n+1/4 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏത് പൊസിഷനിലാണ് അത് വരുന്നത് എന്നുള്ളത് നോക്കുക. അതിൻ്റെ നേരെ വരുന്ന x എന്ന് പറയുന്ന വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ക്വാർട്ടൈൽസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ പറയുന്നത്. ഇനി ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിലെ പ്രോബ്ലം ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ ഈ Q1 കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദെൻ Q3 കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മൾ Q1 ആൻഡ് Q3 എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോവാം. ദ ഹാഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 75th percentiles ദാറ്റ് ഈസ് ദ തേർഡ് ക്വാർട്ടൈൽ. 75th percentiles എന്ന് പറയുന്നതും തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്ന Q3യും ആൻഡ് 25th percentiles ആൻഡ് ദ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുന്ന Q1ഉം തമ്മിലുള്ള ആവറേജ് ഡീവിയേഷൻസ് ആണ് ഏതെന്ന് പറയുന്നത്, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QD, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ് ഇതിൻ്റെ ഇക്വേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ദെൻ അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിലോ, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു Q3 മൈനസ് Q1 3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 ആണ് കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് മെഷർ ഓഫ്
ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു എന്നുള്ളൂ. ഗ്രാഫിക് ഇത് നോക്കണ്ട, ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണെങ്കിൽ Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1. The next topic, merits and demerits of quartile deviation. Merits ഇവിടെ കൊടുത്തിട്ടുണ്ട്. Has better result than range mode. നമ്മൾ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു ബെറ്റർ റിസൾട്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ നൽകുന്നുണ്ട്. Then it is not affected by the extreme item. അല്ലേ, എക്സ്ട്രീം ഐറ്റംസ് എന്ത് ചെയ്യുന്നില്ല, ഇതിനെ ക്വാർട്ടൈൽ ഡീവിയേഷനെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി ഡീമെറിറ്റിലേക്ക് പോവാം. ഡീമെറിറ്റ്സിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ സെൻട്രൽ ഐറ്റംസ്. സെക്കൻഡ് പോയിന്റ്, all the items of the frequency distribution are not given equal importance in finding the values of Q1 and Q3. അപ്പോൾ ഇതിൻ്റെ പറയേണ്ട ആവശ്യമുള്ള കാര്യം മനസ്സിലായല്ലോ. Then because it does not take into account all the items of the series considered to be inaccurate. അപ്പോൾ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഐറ്റത്തിനെയും അത് മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഡീമെറിറ്റ് ഇതിലുണ്ട്. നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് ക്വാർട്ടൈൽ ഡീവിയേഷൻസ് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസിൽ, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ദ ഫസ്റ്റ് വൺ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. 20, 28, 40, 12, 30, 15 and 50. അതിന് നമ്മൾ തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് തരുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന പ്രോബ്ലത്തെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഏറ്റവും ആദ്യം മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റിയപ്പോൾ ഇവിടെ 15, 12, 15, 20, 28, 30, 40, 50 എന്നുള്ള രീതിയിലേക്ക് മാറ്റി. ദെൻ അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി Q1 = n+1/4 ആണ് അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് ഓൾറെഡി നമ്മൾ ക്വാർട്ടൈൽസ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എണ്ണി നോക്കുക, 7 ഐറ്റം ഉണ്ട്. അപ്പോൾ 7 + 1/4 ദാറ്റ് ഈസ് 8/4 സെക്കൻഡ് ഐറ്റം. അപ്പോൾ സെക്കൻഡ് ഐറ്റം ഇതിൽ തന്നിരിക്കുന്നത് ഏതാ നോക്കുക, 15 ആണ്. അപ്പോൾ Q1 ആയിട്ട് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യട്ടോ, ഇത് Q1 = 15 എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ Q3 ആണ് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Q3 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ, 3 × n+1/4 എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ 3 × n+1/4 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ദെൻ 3 × n+1, n എന്ന് പറയുന്നത് 7 + 1/4 ദാറ്റ് ഈസ് ഇക്വൽ ടു 8/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 8/4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ 3 × 2 = 6th ഐറ്റം. ഇവിടെ തന്നിരിക്കുന്നതിൽ 6th ഐറ്റം നോക്കിയപ്പോൾ 40 ആണ്. അപ്പോൾ therefore നമുക്ക് എന്ത് കിട്ടി, Q3 = 40 എന്നുള്ളത് കിട്ടി. അപ്പോൾ Q1 ഉം Q3 കിട്ടിക്കഴിഞ്ഞാൽ, Q1 എന്ന് പറയുന്നത് 15 Q3 എന്ന് പറയുന്നത് 14 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഉണ്ട്. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ Q3 - Q1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി Q3 കിട്ടിയുള്ളത് 40 Q1 കിട്ടിയുള്ളത് 15 ആണ്. അപ്പോൾ 40 - 15 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഇക്വൽ ടു 25/2 ദാറ്റ് ഈസ് ഇക്വൽ ടു 12.5. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്, 12.5 കിട്ടി. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുകയാണ്, ഫൈൻഡ് ഔട്ട് ദ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷൻ Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1. മറക്കരുത്, Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1. അപ്പോൾ തന്നിരിക്കുന്നതിൽ Q3 40 - 15 40 + 15 നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 0.455 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടി. 0.455 എന്ന് പറഞ്ഞത് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ഇനി ഇതേപോലെ മറ്റൊരു കാര്യം കൂടി ചിലപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഫൈൻഡ് ഔട്ട് ദ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണാൻ ചോദിച്ചാൽ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണാൻ ഇക്വേഷൻ Q3 - Q1 എന്നാണ് അതിൻ്റെ ഇതുള്ളൂ. ബൈ 2 ആണെങ്കിലോ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ദെൻ Q3 - Q1 എന്ന് പറഞ്ഞാൽ ഇന്റർ
ക്വാർട്ടൈൽ റേഞ്ച് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മളത് ചെയ്യുമ്പോൾ 40 മൈനസ് 15 25 എന്നുള്ള ആൻസർ കിട്ടി. ഇനി നമ്മൾ അടുത്ത ഈ പ്രോബ്ലം ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഡിവിജ്വൽ സീരീസ് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കേണ്ടത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആ പ്രോബ്ലത്തിന് എന്തൊക്കെ ആയിട്ടുള്ള രീതിയിലുണ്ടായിരിക്കും. എക്സ് ആൻഡ് എഫ് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ മാർക്ക് ആൻഡ് ഫ്രീക്വൻസി എന്നുള്ള കോളത്തിൽ തന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കണക്ക് അസെൻഡിങ് ഓർഡറിലാണ് 10 20 30 40 50 60. എന്നാൽ ഇങ്ങനെ തന്നെ തരണം എന്നില്ല പ്രോബ്ലം. ചിലപ്പോൾ 40 തരും, പിന്നെ 10 തരും, ദെൻ 60 തരും. അപ്പോൾ അങ്ങനെയൊക്കെ തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ഓർഡറിലേക്ക് മാറ്റുക, അല്ലേ? അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുക. മോഡലിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക. അപ്പോൾ അതായത് നിങ്ങൾക്ക് ആദ്യം തന്നത് 10 തന്നു, അടുത്തത് 48 തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ അസെൻഡിങ് ഓർഡറിലാക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. അത് മറക്കരുത്. എന്നിട്ട് ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക? ഇതിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ കുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് വരുന്ന നമ്പർ ഇതിൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടലായിരിക്കും. നമുക്ക് ഇവിടെയുള്ള ഫ്രീക്വൻസിയുടെ ടോട്ടലായിരിക്കും. ദെൻ Q1 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ n+1/4 അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ n എടുക്കേണ്ടത് എന്താണ്? സം ഓഫ് ദ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് n ആയിട്ട് എടുക്കേണ്ടത്. ഇതിൻ്റെ മുന്നത്തേൽ n എന്താ എടുത്തത്? ഇൻഡിവിജ്വൽ സീരീസിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ്റെ, അല്ലേ, എത്ര ഐറ്റം തന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എണ്ണമാണ് നമ്മളവിടെ n എടുത്തത്. ഇവിടെ n എന്ന് പറഞ്ഞത് എന്താണോ ഫ്രീക്വൻസി തന്നുള്ളത് ആ ഫ്രീക്വൻസിയുടെ സം ടോട്ടലാണ് n എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ n+1/4 എന്ന് പറഞ്ഞാൽ 43 +1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 44/4 11th ഐറ്റം. അപ്പോൾ 11th ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 11 ഏതിൽ വരുന്നു എന്നുള്ളത് നോക്കുക. ഇവിടെ ഓൾറെഡി നേരിട്ട് ഇവിടെ തന്നിരിക്കുന്ന ലെവലിൽ തന്നെയാണ് ഈ 11 പോകുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ വരുന്ന മാർക്കിലുള്ള ഐറ്റം ഏതാണെന്ന് നോക്കുക. ആ ഐറ്റമാണ് Q1 എന്ന് പറയുന്നത്. Q1 എന്ന് പറയുന്നത് 20. അപ്പോൾ നമുക്കിവിടെ Q1 20 കിട്ടി. ഇനി നമ്മളോട് Q3 ആണ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ Q3 കാണേണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ? ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. Q3 = 3 × n+1/4 ആണ്. അപ്പോൾ ആ തന്നിരിക്കുന്ന നേരത്തെ കണക്ക് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് 33rd എന്നുള്ള രീതിയിൽ കിട്ടും. 33rd എന്ന് പറഞ്ഞാൽ 33ാമത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കണക്കിൽ 33 ഏതിൻ്റെ ഉള്ളിൽ വരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യുക. 33 ഇവിടെയുള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഇതിൽ വരില്ല, പിന്നെ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ നേരെ വരുന്ന എന്താ നമ്പർ ഏതാന്ന് നോക്കുക. 34ൻ്റെ നേരെ വരുന്ന നമ്പർ എന്ന് പറയുന്നത് 40 ആണ് മാർക്കിൽ. ആ 40 ആണ് എന്തെന്ന് പറയുന്നത്? Q3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണക്കിൽ Q3 = 40 എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ = Q3 - Q1/2 ദാറ്റ് ഈസ് 40 - 20/2 ദാറ്റ് ഈസ് 20/2 = 10 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ആൻസർ എത്ര കിട്ടി? 20 കിട്ടി. ഇനി നിങ്ങളോട് പറയാണ് ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണം എന്നുണ്ടെങ്കിൽ Q3 - Q1 / Q3 + Q1 ആണ് ഇക്വേഷൻ. അപ്പോൾ 40 - 20 / 40 + 20 ദെൻ 10/60 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.33 എന്നുള്ള ആൻസറിൽ വെക്കുന്നു. ഇനി അടുത്തത് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ഫൈൻഡ് ദ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ Q3 - Q1 ദാറ്റ് ഈസ് 40 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് പ്രോബ്ലം ചെയ്ത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം നോക്കുക. ആ പ്രോബ്ലത്തിന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. ക്ലാസ് 20 to 25, 25 to 30, 30 to 35, 35 to 40, 40 to 45 എന്നുള്ള രീതിയിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അത് തന്നു, അതിൻ്റെ ഫ്രീക്വൻസി തന്നു. ആ ഫ്രീക്വൻസിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയർ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 2, 12, 37, 53, 60 ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇനി ഈ കണ്ടിന്യൂസ് സീരീസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം Q1 കാൽക്കുലേറ്റ് ചെയ്യണം.
Q1 കാൽക്കുലേറ്റ് ചെയ്യാൻ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ n/4 ആണ് ആദ്യം ചെയ്യേണ്ടത്. n+1/4 അല്ല, n/4 ആണ് ചെയ്യേണ്ടത്. n/4 എന്ന് പറയുന്നത് 60/4 എന്നുള്ളത് 15th കിട്ടി. അപ്പോൾ ആ 15 കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതിൽ വരുന്നു എന്നുള്ളത് നോക്കി. അപ്പോൾ ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ മോഡൽ ക്ലാസ് അല്ലെങ്കിൽ എന്താണ് മോഡൽ ക്ലാസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് n/4 എത്രയാണ്, L1 എന്താണ്, CF എന്താണ്, F എന്താണ്, C എന്താണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. n/4 ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, 15 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. L1 എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്, 30 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ CF എന്ന് പറയുന്നത് നമുക്ക് ഏതാണോ മോഡൽ ക്ലാസ് കിട്ടിയിട്ടുള്ളത് ആ മോഡൽ ക്ലാസിന്റെ മുകളിൽ വരുന്ന നമ്പർ ആണ് CF ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ CF = 12. ദെൻ F എന്ന് പറയുന്നത് ഈ മോഡൽ ക്ലാസിന്റെ ഉള്ളിൽ വരുന്ന ഫ്രീക്വൻസി എത്രയാണ്, ആ ഫ്രീക്വൻസിയാണ് F എന്ന് പറയുന്നത്. ദെൻ C എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്, അല്ലെങ്കിൽ ദ ക്ലാസ് ഇന്റർവെൽ ആണ് ഏതെന്ന് പറയുന്നത് C എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ എഴുതി. ദെൻ എന്ത് ചെയ്യുക, നമുക്ക് ഇക്വേഷന്റെ രീതിയിലേക്ക് വരാം. ഇക്വേഷന്റെ രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം Q1 = L1 plus n/4 minus CF divided by F into C. ആ ഇക്വേഷനിലേക്ക് ഇതിൽ തന്നിരിക്കുന്ന വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 30 plus 15 minus 12 divided by 25 into 5. ഇവിടെ 5ഉം 25ഉം വെട്ടിപ്പോയി 5 വരുന്നു. ഇവിടെ എത്രയാണ് വരുന്നത്, 3 വരും. അപ്പോൾ 3/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 plus 0.6 ആണ് വരിക. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.6 വരും. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 30.6 ആണ് Q1 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നിങ്ങളോട് പറയാണ് Q3 കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ Q3യുടെ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഇവിടെ നോക്കുക. Q3യുടെ ഇക്വേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഭാഗം ഒന്ന് മനസ്സിലാക്കി വെക്കുക. Q3 കാണാൻ 3 × n/4 ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പോൾ 3 × 60/4, n/4 നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തതാണ്. അപ്പോൾ 60/4 × 3. അപ്പോൾ എത്ര വരുന്നു, ഇവിടെ 15 വരും. 50 ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 വരും. 15 × 3 45 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ 45 ഏത് ക്ലാസിന്റെ അകത്ത് വരുന്നു എന്നുള്ളത് ഇവിടെ നോക്കുക. ആ ക്ലാസിന്റെ അകത്ത് വന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം 45 എന്ന് പറയുന്ന നമ്പർ ഏത് ക്ലാസിന്റെ അകത്ത് വന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ 45 എന്ന് പറയുന്ന നമ്പർ ഈ ഒരു ഇതിൻ്റെ അകത്താണ് വരുന്നത്. 45 എന്ന് പറയുന്നത് ഇവിടെ 53 എന്ന് പറയുന്ന ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതിനനുസരിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം തന്നിരിക്കുന്നത് പോലെ 30 മോഡൽ ക്ലാസ് എന്താ കിട്ടിയത്, 35 to 40 എന്നുള്ള രീതിയിലാണ്. ദെൻ Q3 = L1 plus 3 n/4 minus CF divided by F into C എന്നുള്ള രീതിയിലേക്ക് വന്നു. പിന്നെ ഇതിനെ തന്നിരിക്കുന്ന വാല്യൂസ് ഇതിൽ നിന്ന് നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്. ആ ലോവർ ലിമിറ്റ് എന്ത് ചെയ്യുക, ഇവിടെ 35 നോട്ട് ചെയ്ത് വെക്കും. ദെൻ 3 n/4 എന്ന് പറഞ്ഞാൽ 45 ആണ്. ദെൻ CF എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള F മോഡൽ ക്ലാസിൻ്റെ നേരെ മുകളിലുള്ള CF ആണ്, അത് 37. ദെൻ F എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ് 16 × 5. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 37.5 എന്നുള്ള രീതിയിൽ കിട്ടി. ഇനി നമ്മളോട് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാൽ, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ച് Q3 - Q1 ആണ്. അപ്പോൾ 37.5 - 30.5 6.9 എന്നുള്ള രീതിയിൽ കിട്ടി. ദെൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1 / 2 എന്നുള്ളത് കിട്ടിയപ്പോൾ 3.45 കിട്ടി. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ = Q3 - Q1 / Q3 + Q1 എന്നുള്ള രീതിയിൽ കിട്ടി. ഫൈനലി നമുക്ക് 0.101 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ക്വാർട്ടൈൽ ഡീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോബ്ലംസും. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് മീൻ ഡീവിയേഷൻസ് ആണ്. നമുക്ക് മീൻ ഡീവിയേഷൻ്റെ ഭാഗത്തേക്ക് പോവാം.